ഹായ് ഹലോ ഗ്രീൻ ടു വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായി നമ്മൾ ഫുൾ വീഡിയോ ഇട്ടിട്ട്, അതായത് ലെങ്ത്തുള്ള വീഡിയോ ഇട്ടിട്ട് കുറേ നാളായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 6 മണി ആയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. കാലത്തൊന്നും ഇവിടെ ഈ ഭാഗത്തേക്ക് വരാൻ പറ്റില്ല, നല്ല ചൂടാണ്. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഒരു കുളം അടിക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ സ്ഥലം കാണിച്ചു തരാനും പിന്നെ നമ്മുടെ താറാവിനെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ താറാവും കോഴികളും ഒക്കെ ഒരുമിച്ചാണ് നടക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കൂട്ടി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തീറ്റ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ കൂട്ടി കയറിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അടിച്ചു വരാറുണ്ട്. അത്യാവശ്യം ഏരിയ ഇപ്പോൾ ക്ലീൻ ആയിട്ടുണ്ട്. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലാണ് അടിച്ചു വരാറുള്ളൂ. എപ്പോഴും എല്ലാ ദിവസവും അടിച്ചു വരേണ്ട ആവശ്യമില്ല. ഇത്തിരി ചവറ് കിടന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് തണവ് അത്രയും കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മൾ കൊള്ളടിക്കാൻ വെച്ചിരുന്ന സ്ഥലം എന്ന് വെച്ചാൽ, അതായത് സ്പോട്ട്. ഇവിടെ വെള്ളം കെട്ടിയിരിക്കണത് എന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ കുളിക്കണ വെള്ളം മൊത്തം ഇങ്ങോട്ടാണ് പോണത്. അപ്പോൾ നമുക്ക് ഇവിടെ കുളം അടിക്കാൻ പോണത്. അതുപോലെ തന്നെ ഈ കട്ട കണ്ട, ഈ സിമെൻറ്റിൻ്റെ കട്ട കണ്ട, ആ കട്ട ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ 2 വരി പൊക്കിയിട്ടാണ് നമ്മൾ ഇവിടെ കുളം അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ വലിയ ആകൃതിയൊന്നും ഉണ്ടാവില്ല, ഒരു ആകൃതി ഇല്ലാണ്ടാണ് നമ്മൾ കുളം അടിക്കാൻ പോണത്. അപ്പം ഇതിൻ്റെ ഒരു മൂലയിൽ നമ്മൾ കുഴി കുത്തും. അതിനുശേഷം ആ കുഴിക്കാണ് നമ്മൾ സ്ലോപ്പായിട്ട് ഇടുന്നത്. ആ ഭാഗം മാത്രം നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. അതെന്തിനാ വെച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ, അതായത് അവിടെ നമുക്ക് താമരയുടെ ഒരു തൈ വെക്കണം. അപ്പം ഈ ചെളിയൊക്കെ മൊത്തം ആ കുഴിയിൽ വന്ന് ചേരും. അപ്പോൾ അതിന് നല്ല വളവും. ആ കുഴി ഒഴിച്ചിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മൊത്തം നമ്മൾ സിമെൻറ്റ് ഇട്ട് ഉറപ്പിക്കും, സിമെൻറ്റ് മണലിട്ട് ഉറപ്പിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കുളിമുറി. അവിടെ നിന്നാണ് ഈ പൈപ്പ് വേസ്റ്റ് വെള്ളം വരുന്നത്. അത് കുളിക്കുന്ന വെള്ളം മാത്രമാണ് ഇതിലേ വരുന്നത്. അത് വന്നിട്ട് ഈ കുഴിക്കണം വന്ന് ചേരുന്നത്. അത് കാരണം താറാവുകൾ ഇതിൽ കുത്തി ഈ സ്ഥലം ഉറപ്പായിട്ടുണ്ട്. പിന്നെ 2 നേരം കുളിക്കുന്ന കാരണം കൊണ്ട് വെള്ളം എപ്പോഴും ഉണ്ടാവും ഇവിടെ. പിന്നെ അതല്ലാണ്ട് നമ്മൾ ഇത് കുളം കുത്തി കഴിഞ്ഞാൽ നമ്മൾ വേറെ സെപ്പറേറ്റ് വെള്ളം ഒഴിക്കില്ല, കുളിക്കുന്ന വെള്ളം മാത്രമായിരിക്കും ഇതിൽ പോണത്. അതുപോലെ തന്നെ സോപ്പും എല്ലാം ഒരു അഴുക്ക് വെള്ളമായിരിക്കും ഇതിൽ വരുന്നത് കേട്ടോ. പിന്നെ അതിൽ പറ്റാവുന്ന മീനൊക്കെ വാങ്ങിയിടണം. ഇത് അതായത് വേസ്റ്റ് തിന്നണ മീനുകളാണ് നമ്മൾ ഇതിലിടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താമരയിൽ വരുന്ന അട്ടേനൊക്കെ പിടിച്ച് തിന്നോളും. പിന്നെ നമുക്ക് ബാത്റൂമിൽ നിന്ന് വരുന്ന പൈപ്പ് നമുക്ക് മാറ്റി കളയണം ഇവിടുന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നാൾ ഇങ്ങനെ ചെയ്യുള്ളൂ. പിന്നെ 2 കുളം ആവും നമ്മുടെ ഫാമിൽ. ഒരെണ്ണം സിമെൻറ്റിൻ്റെയും പിന്നെ ഒരെണ്ണം പടുതാക്കുളമാവും. പടുതാക്കുളം ചെറുതായിട്ട് ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. കലിട്ട് ഒന്ന് മറച്ചിട്ടുണ്ട് ഈ ഭാഗം മൊത്തം. ഇതാന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഒരു 10 വാഴക്കണം നട്ടിട്ടുണ്ട്. അതൊന്ന് മുളയ്ക്കണം. പിന്നെ അത് കണ്ട അവിടെ ആ കുളം ചെറുതായിട്ട് ചോരുന്നുണ്ട്, അതും ഒന്ന് വൃത്തിയാക്കണം, നമുക്ക് ശരിയാക്കേണ്ടതുണ്ട്. ഇപ്പോഴല്ലേ നമുക്ക് സാവധാനം ശരിയാക്കുള്ളൂ. പിന്നെ നമ്മൾ പുതിയതായിട്ട് എടുത്താണ് ചാത്തൻ കോഴിയാണിത്. ഇത് നമ്മൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് നമ്മൾ ഈ കോഴീനെ വാങ്ങിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് കോഴീനെ വിറ്റ് പോയിട്ടുണ്ടായിരുന്നു, ഒരുപാട് കോഴി ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് കോഴീനെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കുറച്ച് കോഴീനെ കൊടുത്തിട്ട് കുറച്ച് പൈസ നമ്മൾ കൊടുത്തിട്ട് വാങ്ങി. ബാക്കി ഒരു 500 ഉണ്ടായിരുന്നു. 500 നമ്മൾ ഈ ചാത്തൻ കോഴീനെ പോയിട്ട് പുതുക്കാട് നിന്നാണ് നമ്മൾ ഇറച്ചി കടന്ന് വാങ്ങിയത്. ഈ ചാത്തൻ കോഴീനെ പ്യൂർ വൈറ്റ് ആയതുകൊണ്ട് മാത്രമാണ് വാങ്ങിയത്, നാടനാണ്. പിന്നെ ഇതൊരു 1.5 കിലോ അടുത്ത് 1.40 ഉണ്ടായിരുന്നു കിലോന്. 1 കിലോന് 300 ചില്ലാൻ അല്ല 300 1 കിലോന് വരുന്നത്. 480 രൂപ അടുത്ത് വന്നിട്ടുണ്ട് ഈ ചാത്തൻ കോഴിക്ക്. ഇതിൻ്റെ മേത്ത് വള്ളി പുള്ളി ഒന്നൊരു കുഴപ്പമില്ല, പ്യൂർ വൈറ്റ് ആണ്. അതുപോലെ തന്നെ താറാവുകളും ഇവിടെ നിൽക്കുന്നുണ്ട്. അവിടെ അടിച്ചു വരാനുണ്ട്, ഇവനെ ഓടിക്കുന്നുണ്ട് കണ്ട. ഓടിക്കാനുണ്ട്. എല്ലാ താറാവുകളും ഇങ്ങോട്ട് ഒതുങ്ങി നിൽക്കുകയാണ്, ഇങ്ങോട്ട് മാറിയിരിക്കണം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. പിന്നെ നമ്മുടെ വീഡിയോസ് ലെങ്ത് വീഡിയോ ആരും അങ്ങനെ കാണുന്നില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ലെങ്ത് വീഡിയോ ഇടാത്തത്. എല്ലാവരും ഷോർട്ട് വീഡിയോ ആണ് കാണുന്നത്. പിന്നെ ലൈക്ക് കുറവാണ്, അതുപോലെ സബ്സ്ക്രൈബേഴ്സും കുറവാണ്. അത്യാവശ്യം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെയുണ്ട് നമ്മുടെ ഫാം. ഇതിലെ വെള്ളം നമ്മൾ 2 ദിവസം മുന്നേ മാറ്റിയതാണ്. ഇപ്പോൾ 2 ദിവസം മാറ്റിയാണ് താറാവാണ് കുളിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കുഴപ്പമുണ്ടായി വെള്ളത്തിന്. നമ്മൾ എത്ര നല്ല വെള്ളം ഒഴിച്ചാലും ഇതേപോലെ തന്നെ ആവുള്ളൂ. അവർക്ക് വെള്ളം ഇല്ലാണ്ട് പറ്റില്ല. ഇറച്ചി വരണമെങ്കിൽ വെള്ളം വേണം. പിന്നെ അതുപോലെ തന്നെ വീട്ടുകൾ നിൽക്കുന്നത് തന്നെ വെള്ളത്തുമ്മയാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ വെള്ളം മാറ്റാണ്ട്, നമ്മൾ ആഴ്ചയിലാണ് വെള്ളം വരുന്നത്. അപ്പോൾ അത് അങ്ങനെ വെള്ളം മാറ്റുന്നുണ്ട് പോണ്ടിൽ. അപ്പോൾ ഇതേപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് തരാം, കമൻറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഇതേപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ യൂട്യൂബർക്കാരെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.